ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമുക്ക് ഫോക്സ് വാഗൻ ഇന്ത്യയെ പറ്റി അറിയാം, അതുപോലെ തന്നെ സ്കോഡയെ പറ്റി അറിയാം. ഈ രണ്ട് ജർമ്മൻ കമ്പനികൾ, ഓക്കെ, ഇതിലിപ്പം ഫോക്സ് വാഗൻ ആണ് ബേസിക് ആയിട്ട് ജർമ്മൻ കമ്പനി എന്ന് പറയാൻ പറ്റുന്ന, മിക്കവരും സ്കോഡ ജർമ്മൻ എന്ന് തന്നെയാണ് പറയുന്നത്. അതൊരു പരിധി വരെ ഇപ്പോൾ ശരിയാണ്. കാരണം പണ്ട് സ്കോഡ ചെക്കോസ്ലോവാക്യൻ അല്ലെങ്കിൽ ചെക്ക് റിപ്പബ്ലിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു. അതിനുശേഷം ഫോക്സ് വാഗൻ വാങ്ങിയതിന് ശേഷം ഇത് ഓൾമോസ്റ്റ് ജർമ്മൻ തന്നെയാണ്. കാരണം ഫോക്സ് വാഗൻ്റെ പാർട്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈവൻ ഫോക്സ് വാഗൻ്റെ വാഹനങ്ങൾ റീബ്രാൻഡ് ചെയ്ത് സ്കോഡയുടെ രീതിയിലുള്ള ഡിസൈനൊക്കെ കൊടുത്താണ് അവർ ഇപ്പോൾ എവിടെയാണെങ്കിലും, ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും വണ്ടികൾ ഇറക്കുന്നത്. പ്ലാറ്റ്ഫോം ഷെയറിംഗ് ഒക്കെ വളരെ കോമൺ ആയിട്ട് ഫോക്സ് വാഗനും സ്കോഡയും, അതുപോലെ സിയറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, പിന്നെന്താ കുപ്ര ഉണ്ട്. ഇങ്ങനെ കുറേ കമ്പനികൾ ഈ ഫോക്സ് വാഗൻ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ തന്നെ 10-15 കമ്പനികളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാത്തിനും കൂടെ ഉള്ള കോമൺ പാർട്ട് ഷെയറിംഗ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇവരുടെ തന്നെ പ്രീമിയം റേഞ്ചിലുള്ള വണ്ടികൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ട്, പോർഷെ ഉണ്ട്, ലാംബോർഗിനി ഉണ്ട്, പിന്നെന്താ ബുഗാട്ടി ഉണ്ട്. അങ്ങനെ പല പല കമ്പനികളുണ്ട്. ഇതിൻ്റെ അകത്തും കോമൺ ആയിട്ട് പല പാർട്ട് ഷെയറിംഗും നടക്കാറുണ്ട്. കൂടുതലും ഔഡിയും പോർഷ, ലാംബോർഗിനി അങ്ങനത്തെ സാധനങ്ങളിലൊക്കെയാണ് ഈ ഭയങ്കര കോമൺ ആയിട്ടുള്ള പാർട്ട് ഷെയറിംഗ് ഉണ്ടാകുന്നത്. എനിവേ, ഇതിപ്പോൾ ജസ്റ്റ് ഫോക്സ് വാഗൻ്റെ കാര്യമാണ്. നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഈ ഫോക്സ് വാഗനെ പറ്റി തന്നെയാണ്. 2002 അല്ലെങ്കിൽ 2001 അവസാനമൊക്കെ ആകുമ്പോഴാണ് സ്കോഡ ഇന്ത്യയിലേക്ക് വരുന്നത്. അവരുടെ ഒക്ടാവിയ മാർക്ക് 1 മോഡൽ വെച്ചാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി സ്കോഡ കാലെടുത്ത് വയ്ക്കുന്നത്. ആൻഡ് ആ വാഹനം ആ കാലത്ത് നമ്മൾ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മോഡലായിരുന്നു. അതിനുശേഷം പിന്നെ മാർക്ക് 1ൻ്റെ VRS വേർഷൻ വന്നു. അതൊക്കെ ആ സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്പോർട്ടി ആയിട്ടുള്ളൊരു സെഡാനൊക്കെ ആയിരുന്നു. എന്തായാലും അതിനുശേഷം പിന്നെ 2007 ഫോക്സ് വാഗൻ ഇന്ത്യയിലേക്ക് വരുന്നത്. ആ സമയത്ത് അവരുടെ പസാറ്റ് വെച്ചാണ് ആദ്യം എൻട്രി അവർ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ 2010 നമുക്ക് വെൻഡോ, പോളോ അങ്ങനത്തെ വണ്ടികളൊക്കെ കിട്ടുന്നത്. സ്കോഡയും ആദ്യം മാർക്ക് 1 ഒക്ടാവിയ വെച്ച് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒക്ടാവിയുടെ പല ജനറേഷൻസും ഇറക്കി, അവർ ലോറയൊക്കെ ഇറക്കി. ആൻഡ് പിന്നീട് ഫാബിയ ഇറക്കി, അതുപോലെ റാപ്പിഡ് ഇറക്കി. അങ്ങനത്തെ വണ്ടികളൊക്കെ വെച്ചാണ് അവരും ഇന്ത്യയിൽ പിടിച്ചു തന്നത്. ബേസിക്കലി ഫസ്റ്റ് ആദ്യ കാലത്തൊക്കെ ഒക്ടാവിയ തന്നെയായിരുന്നു സ്കോഡയുടെ ഒരു മെയിൻ സ്ട്രീം വാഹനം എന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാൻ ഈ കഴിഞ്ഞ എത്ര നേരം 2 മിനിറ്റായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ. ഓക്കെ, ബന്ധമില്ലെന്ന് പറയാൻ പറ്റില്ല. ഫോക്സ് വാഗൻ സ്കോഡയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇത്രയും കാലത്തിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, 2001 അല്ലെങ്കിൽ 2002 സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ വന്നിട്ട് ഇപ്പോൾ 22 വർഷത്തിൽ കൂടുതലായി സ്കോഡ. ഓക്കെ, ഫോക്സ് വാഗൻ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോൾ ഓരോ കമ്പനികളും ഓരോരോ വർഷത്തിലൊക്കെയാണ് എൻട്രി അടിച്ചിട്ടുള്ളത്. ആദ്യം സ്കോഡ, പിന്നെ ഫോക്സ് വാഗൻ, പിന്നെ ഓഡി വന്നു, പോർഷെ വന്നു, ലാംബോർഗിനി വന്നു, അങ്ങനെ ആ ഒരു സംഭവം പോകുന്നു. അത് നിങ്ങൾക്കറിയാലോ. എന്നാൽ ഇപ്പോൾ അവസാനം ഇവരൊരു തീരുമാനത്തിലേക്ക് എത്തി. ഇവരുടെ ഇന്ത്യൻ വിങ്, അതായത് SAVWIPL എന്ന് പറയും. സംഭവമൊന്നുമില്ല, സ്കോഡ ഓട്ടോ ഫോക്സ് വാഗൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. ഈ സംഭവം, അതായത് ഈ ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് ഇന്ത്യയിൽ ഇനി മാറാൻ പോവുകയാണ്. അന്ന് മാറി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അവർ അലയൻസ് നോക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിലുള്ള മറ്റ് കമ്പനികളുമായിട്ട് അവർക്കൊരു അലയൻസ് ഫോം ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഫോക്സ് വാഗൻ എന്ന് പറയുന്ന ഒരു വലിയ ജയൻ്റ് ആണ്. നമ്മളിപ്പം ഇൻ്റർനാഷണൽ മാർക്കറ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ പല വലിയ കമ്പനികളൊക്കെ ഓൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ഫണ്ടിൻ്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂ ഇല്ലാത്ത ഒരു കമ്പനിയാണ്. എന്നിട്ട് എന്തിനു വേണ്ടിയാണ് ഇന്ത്യയിൽ അവരിങ്ങനെ മറ്റൊരു കമ്പനിയുമായിട്ടുള്ള അലയൻസ് നോക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സംഭവം സിമ്പിളാണ്. അവർക്ക് ഇന്ത്യയിൽ ഇലക്ട്രിക് വണ്ടികൾ ഇറക്കണം. അതും ചുമ്മാ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇലക്ട്രിക് വണ്ടികൾ ഇവിടെ അസംബിൾ ചെയ്ത് ഇറക്കാനല്ല. അങ്ങനത്തെ നമുക്ക് ഈ വർഷം കിട്ടും കേട്ടോ. സ്കോഡയുടെ ENIAC IV വരുന്നുണ്ട്. അതുപോലെ തന്നെ മിക്കവാറും നമ്മുടെ ഫോക്സ് വാഗൻ്റെ ID4 ഒക്കെ ഇന്ത്യയിൽ വരും. പക്ഷേ ഈ വണ്ടികൾ അവർക്കൊരിക്കലും മെയിൻ സ്ട്രീം EVകളാക്കി ഇറക്കാൻ പറ്റില്ല. കാരണം അതിവിടെ ലോക്കലി മാനുഫാക്ചർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും നടക്കില്ല. ഈ ലോക്കലി മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ മറ്റേ CKD ആയിട്ട് കൊണ്ടുവരുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് 90% അടുത്ത് ലോക്കലൈസേഷനൊക്കെ വെച്ച് ഇറക്കാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിൽ വെച്ച് വരുന്ന ഫോക്സ് വാഗൻ്റെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ വരുന്ന MEB പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഇത് രണ്ടെണ്ണം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇന്ത്യയിൽ ലോക്കലി മാനുഫാക്ചർ ചെയ്യാൻ താല്പര്യമുണ്ട് ഇലക്ട്രിക് വണ്ടികൾ. എന്ന് വെച്ചാൽ നമ്മളിപ്പം MQB A0iN എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കണ്ടില്ലേ, അതുപോലെ തന്നെ ഇവരുടെ ഇലക്ട്രിക് വണ്ടികളിൽ MEB G21 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഇന്ത്യയിലേക്ക് അവർ ലോക്കലി മാനുഫാക്ചർ ചെയ്യാനായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. നമ്മളിപ്പം കുഷാക്ക്, ടൈഗുൺ, അതുപോലെ സ്ലാവിയ, വിർട്ടസ്, ഈ 4 വണ്ടികൾ കണ്ടല്ലോ. ഇതേപോലെ തന്നെ 4 വണ്ടികൾ എന്ന് വെച്ചാൽ 2 സ്കോഡയ്ക്ക്, 2 ഫോക്സ് വാഗന്, ആ ഒരു രീതിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിൽ ഇവർ വണ്ടികൾ ഇറക്കാൻ പോകുന്നത്. പക്ഷേ അവിടെ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ഇവർക്ക് റിസ്ക് എടുക്കാൻ പേടിയാണ്. കാരണം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇലക്ട്രിക് വണ്ടികൾ പതുക്കെ ഇവോൾവ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊരു മെയിൻ സ്ട്രീം കമ്പനി അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയാൻ പറ്റുന്നത്, ഭയങ്കര ഒരു വലിയ വോളിയം സെയിൽസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇലക്ട്രിക് വണ്ടികളുടെ സെയിൽസ്. അതിൽ ടാറ്റ അത് കൈൻഡ് ഓഫ് മെയിൻ സ്ട്രീം ആക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പം അവരുടെ വണ്ടികളിൽ ഓൾമോസ്റ്റ് ഒരു 20% അടുത്തൊക്കെ നമുക്ക് ഇലക്ട്രിക് വണ്ടികൾക്ക് സെയിൽ ഉണ്ടെന്ന് പറയാം. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ടാറ്റയ്ക്ക് ഇങ്ങനെ ഒരു മെയിൻ
മെയിൻ സ്ട്രീം ഇലക്ട്രിക് വാഹനത്തിൻ്റെ മാനുഫാക്ചർ ആവാൻ പറ്റിയതും അതുപോലെ നമ്മുടെ ഇലക്ട്രിക് വണ്ടികളുടെ സ്പേസിൽ 75-80% അടുത്ത് മാർക്കറ്റ് ഷെയർ ഇപ്പോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മെയിൻ കാരണം പ്രൈസാണ്. ഇപ്പോൾ ടിയാഗോ EV അവർക്ക് ഏറ്റവും എൻട്രി ലെവൽ EV ആയിട്ടുണ്ട്. 8 lakhsലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് മാക്സിമം പോകാനാണെങ്കിൽ ഇപ്പോൾ അവർക്ക് നെക്സോൺ EV വരെ ഉള്ളൂ. നെക്സോൺ EVയുടെ മാക്സ് ആയിരുന്നു പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ നമുക്ക് ലോങ് റേഞ്ച് എന്ന് പറഞ്ഞ പേരിലാണ് വരുന്നത്, ഫേസ് ലിഫ്റ്റഡ് മോഡലിൽ. ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ കെർവിൻ്റെ ഇലക്ട്രിക് വേർഷൻ വരും, അതുപോലെ ഹാരിയറിൻ്റെ ഇലക്ട്രിക് വേർഷൻ വരും, സഫാരിയുടെ ഇലക്ട്രിക് വേർഷൻ വരും, 2025 അൾട്രോസ് EV വരും, അതുപോലെ ഈവൻ നമ്മുടെ ടാറ്റയുടെ സിയറ EVയും വരും. ഇത്രയും വണ്ടികൾ ഇറക്കി ഇവർക്ക് ഇലക്ട്രിക് വണ്ടികളുടെ നമ്പർ 1 ആവാമെങ്കിൽ മറ്റുള്ള കമ്പനികൾക്കും ആയിക്കൂടായികയൊന്നുമില്ല. പക്ഷേ ഫോക്സ് വാഗൻ പറയുന്നതനുസരിച്ച് അവർക്ക് €1 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പറയുന്ന 4 വണ്ടികൾ, അതും 4 SUVകളാണെന്നാണ് കേട്ടോ പറയുന്നത്. അല്ലാണ്ട് നേരത്തെ നമ്മൾ MQB A0i കണ്ട പോലെ ഒരു SUV ഒരു സെഡാൻ ആ ഒരു സംഭവം അവർ വിട്ടു. ഇത് രണ്ടും, അതായത് 4 വണ്ടികൾ, അതിൽ ഒരു കമ്പനിക്ക് 2 SUV എന്ന രീതിയിൽ തന്നെയാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഇനി ഇതിൽ ഏത് കമ്പനിയായിട്ടാണ് ഇവർ അലയൻസ് ഫോം ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതുമായിട്ടുള്ള ഇൻറ്റേർണൽ ഡിസ്കഷൻസ് ഒക്കെ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് അവർക്ക് ഇന്ത്യയിലുള്ള ഒരു എന്താ പറയുന്നത് ഓട്ടോമോട്ടീവ് കമ്പനിയായിട്ട് തന്നെയുള്ള അലയൻസിനാണ് താല്പര്യം, അല്ലാതെ മറ്റുള്ള കമ്പനികളെ ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. ഇതിലിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മാക്സിമം വണ്ടി ലോക്കലൈസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യണം, കോസ്റ്റ് കുറയ്ക്കണം. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യയിൽ ഇവിടെ GST കുറവാണ്. ഇലക്ട്രിക് വണ്ടികൾ 5% മാത്രമേ ഉള്ളൂ. പക്ഷേ അതേസമയം ഹൈബ്രിഡ് പെട്രോൾ ഡീസൽ വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ 43% അടുത്തുണ്ട്, 43%. ഈവൻ ചിലപ്പോൾ അതിന് മുകളിലും വന്നേക്കാം ചില സാഹചര്യങ്ങളിലൊക്കെ. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഇലക്ട്രിക് വണ്ടികൾ ഇവിടെ അവർക്ക് വേണമെങ്കിൽ ചീപ്പായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനൊരു സപ്ലയർ വേണം, ആൻഡ് അതിൽ അത്യാവശ്യം ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള കമ്പനികളും വേണം. ഇപ്പോൾ നമ്മുടെ ഇവിടെ പെട്രോൾ ഡീസൽ വണ്ടികൾ വിൽക്കുന്ന കമ്പനികളിൽ അവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ടാറ്റ ആണെങ്കിലും ഈ ഒരു ഏരിയയിൽ പുതിയതാണ്, 2020 അവർ വന്നു, ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്നാൽ പോലും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കി എടുക്കാൻ ഇപ്പോഴും ടാറ്റയ്ക്ക് പറ്റിയിട്ടില്ല. ചില ഇഷ്യൂസ് ഉള്ള വണ്ടികളൊക്കെ അവർ ഇറക്കാറുണ്ട്. എനിവേ ഈ ഇൻറ്റേർണൽ ഡിസ്കഷനിൽ ടാറ്റ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ അലയൻസിൽ. അതായത് അവർ അലയൻസ് ഫോം ചെയ്യാൻ ആലോചിക്കുന്ന കമ്പനികളിൽ ഒന്ന് ടാറ്റയാണ്. ഇതിങ്ങനെ ഓണർഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള സ്കോഡയുടെ ഓണർഷിപ്പ് മാറും. ഇപ്പം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ ഫോക്സ് വാഗൻ ഇന്ത്യ, സ്കോഡ ഓട്ടോ ഇവിടെ 2 എണ്ണം ഉണ്ട്. പക്ഷേ എന്നാൽ സ്കോഡയാണ് അവരുടെ മെയിൻ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. അതായത് ബേസിക്കലി ഗ്ലോബലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോക്സ് വാഗനാണ് ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ കേസെടുക്കുകയാണെങ്കിൽ സ്കോഡയാണ് ഇവിടെയുള്ള ഫോക്സ് വാഗൻ്റെ ബാക്കിയുള്ള ബ്രാൻഡ്സ് എല്ലാം തന്നെ മാനേജ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സംഭവത്തിലേക്ക് ഓണർഷിപ്പ് മാറുകയാണെങ്കിൽ, ഇപ്പോൾ ടാറ്റയാണ് വാങ്ങുന്നതെങ്കിൽ ടാറ്റയുടെ ഓണർഷിപ്പിലേക്ക് ഈ പറയുന്ന കമ്പനികളെല്ലാം പോകും. ആൻഡ് ടാറ്റയാണ് ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവരുടെ മാനേജ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഇന്ത്യയിൽ മാത്രം കേട്ടോ, അല്ലാണ്ട് നിങ്ങൾ പുറത്തേക്ക് പോകരുത്, ഓക്കെ. പുറത്തൊരു വലിയ കമ്പനിയാണ്, ഇന്ത്യയിലത്തെ കാര്യം മാത്രമാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഇനി ടാറ്റ മാത്രമല്ല, ഈവൻ നമ്മുടെ മഹീന്ദ്ര ആയിട്ടുള്ള പോസിബിലിറ്റിയും പറയുന്നുണ്ട്. അതിൻ്റെ റീസൺ ഒരുപക്ഷെ നമുക്കറിയായിരിക്കും, മഹീന്ദ്രയുടെ ഇലക്ട്രിക് വണ്ടികളിൽ ഫോക്സ് വാഗൻ്റെ MEB പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുന്ന കോമ്പണൻസ് എടുക്കും എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ മഹീന്ദ്രയായിട്ടും അവർ അലയൻസ് ഫോം ചെയ്തേക്കാം. പിന്നെ നമ്മുടെ ചൈനീസ് കമ്പനിയായ SAIC അല്ലെങ്കിൽ സായിക് മോട്ടോ കോർപ്പറേഷൻ എന്ന് പറയും, അവരുമായിട്ടുള്ള കൊളാബറേഷനും അവർ ഇന്ത്യയിൽ നോക്കുന്നുണ്ട്. ഇന്ത്യയിൽ അവർക്ക് MG-ZS ഒക്കെ അവൈലബിൾ ആണ്, അതുപോലെ കോമറ്റ് EV ഉണ്ട്. ഇതിൻ്റെയൊക്കെ ലോക്കലൈസേഷൻ ഈ സായിക്കും ഇന്ത്യയിൽ മാക്സിമം നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ MG കൂടി നോക്കുന്നത് ഈ ഒരു കൊളാബറേഷന് വേണ്ടി. എന്തായാലും അതാണ് ഫോക്സ് വാഗൻ്റെ കാര്യത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നപ്പം പറഞ്ഞു തന്നേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.